കലാമണ്ഡലം സത്യഭാമ നടത്തിയിട്ടുള്ള വർണ്ണവിവേചനപരമായ ഒരു പരാമർശം അതിപ്പോൾ കേരളത്തിൽ വലിയ രീതിയിൽ വിവാദമായി കൊണ്ടിരിക്കുകയാണ്. കലാരംഗത്തു നിന്നുൾപ്പെടെ നിരവധി ആളുകളാണ് ഈ ഒരു വിഷയത്തിൽ പ്രതികരണങ്ങളും അഭിപ്രായങ്ങളും പങ്കുവെക്കുന്നത്. എനിക്കൊപ്പം ഇപ്പോൾ ഉള്ളത് പ്രശസ്ത നർത്തകിയായിട്ടുള്ള വിനീത നെടുങ്ങാടിയാണ്. കലാമണ്ഡലം സത്യഭാമ നടത്തിയിട്ടുള്ള ഒരു പരാമർശം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും. തീർത്തും വർണ്ണവിവേചനപരമായിട്ടുള്ളൊരു പരാമർശമാണ് അവർ നടത്തിയിട്ടുള്ളത്. എങ്ങനെ നോക്കിക്കാണുന്നു അത്തരം പരാമർശങ്ങൾ? തികച്ചും ദൗർഭാഗ്യകരമായ ഒരു പരാമർശമായിപ്പോയി. അത് നൃത്തം എന്നുള്ളത് ഒരിക്കലും ബാഹ്യമായിട്ടുള്ളൊരു കെട്ടുകാഴ്ചയല്ല. അത് കാഴ്ചയുടെ ഒരു കലയാണെങ്കിലും അത് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്നത് വളരെ അനുഭൂതി തലത്തിലുള്ള അല്ലെങ്കിൽ ഇൻറ്റേർണലൈസ് ചെയ്യപ്പെടുന്ന ഒരു ഭാവത്തിലേക്കും ആസ്വാദന തലത്തിലേക്കുമാണ്. ഈ സത്യഭാമ ടീച്ചറുടെ പരാമർശങ്ങൾ കേൾക്കുമ്പോൾ മനസ്സിലാവുന്നത് നൃത്ത അധ്യാപകരെല്ലാം നൃത്തത്തിൻ്റെ സൗന്ദര്യം നിറം കൊണ്ടാണോ ശരിക്കും ആസ്വദിക്കുന്നത്? ഒട്ടുമല്ല, ഒരു പോയിൻ്റ് പോലും അല്ല. എൻ്റെ സ്വന്തം അഭിപ്രായം പറയുകയാണെങ്കിൽ എൻ്റെ അടുത്ത് വരുന്ന സ്റ്റുഡൻസിനെ ഞാൻ ഈ തരത്തിൽ ഇന്നേ വരെ കണ്ടിട്ടില്ല, ഇനി കാണുകയുമില്ല. എൻ്റെ അടുത്ത് വരുന്ന കറുത്ത കുട്ടികളുണ്ട്. അവരോട് ഞാൻ പറയാറുള്ളത്, നിങ്ങളുടെ നിറം ഹൈലൈറ്റ് ചെയ്യുന്ന രീതിയിൽ വേണം മേക്കപ്പ് ചെയ്യാൻ. നിങ്ങൾ വെളുപ്പിക്കണ്ട. ആര് പറഞ്ഞു വെളുപ്പിത്ര നല്ല നിറമാണെന്ന്? കറുപ്പിൻ്റെ ബ്യൂട്ടിയും വെളുപ്പിൻ്റെ ബ്യൂട്ടിയും രണ്ടും രണ്ടാണെന്നേ ഉള്ളൂ. ഒന്നൊന്നിനേക്കാളും മേതെയോ താഴെയോ അല്ല. അത് എൻ്റെ കുട്ടികൾക്ക് ഒരുപാട് ആത്മവിശ്വാസം കൊടുക്കുന്നു. അവരങ്ങനെ തന്നെയാണ് മേക്കപ്പ് ചെയ്യുന്നതും പെർഫോമൻസ് നടത്തുന്നതും. സത്യഭാമ ടീച്ചർ ഇന്ന് പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് മോഹിനിയാട്ടം അത് മോഹിനിമാർ കളിച്ചാൽ മതി, മോഹനന്മാർ കളിക്കേണ്ട എന്നറിയാം. ആണുങ്ങൾ മോഹിനിയാട്ടം കളിക്കരുത് അല്ലെങ്കിൽ ആസ്വദിക്കരുത് എന്ന രീതിയിലുണ്ടോ? ഒരിക്കലുമില്ല. ഇതൊരു നൃത്ത ഭാഷയാണ്. ഈ ഭാഷയ്ക്ക് എന്തിനാണ് ലിംഗവ്യത്യാസം? അതിലൊന്നും ഒരു അർത്ഥമില്ല. നമ്മൾ സ്റ്റേജിൽ മോഹിനിയാട്ടം എന്ന ശരീരഭാഷയിലൂടെ കാണികളുമായിട്ട് സംവദിക്കുന്നതാണ്. അതിന് കഴിവുള്ളവർ ആരാണെങ്കിലും ഏത് കാറ്റഗറി ആണെങ്കിലും തീർച്ചയായിട്ടും അവർക്ക് കൂടെ സ്പേസ് ഉണ്ട് മോഹിനിയാട്ടത്തിൽ. ഈ നൃത്ത അധ്യാപകരാരെങ്കിലും ഈ കുട്ടികൾ കറുത്തത് കൊണ്ട് അവരോട് മത്സരരംഗത്തേക്ക് വരരുത് എന്ന് പറയാറുണ്ടോ? അത്തരത്തിലൊരു പരാമർശം കൂടിയും സത്യഭാമ ടീച്ചർ നടത്തിയിരുന്നു. യൂത്ത് ഫെസ്റ്റിവലുമായിട്ടുള്ള ബന്ധം എനിക്ക് വളരെ ഇല്ല എന്ന് തന്നെ പറയാം. കാരണം ഞാൻ മത്സരത്തിന് വേണ്ടി അഭ്യസിപ്പിക്കാറില്ല. അതുപോലെ തന്നെ അതിൻ്റെ അതൊന്നും എനിക്കറിയില്ല. അപ്പോൾ മത്സരത്തിന് വേണ്ടിയുള്ളൊരു പഠിപ്പിക്കൽ, വേദിക്ക് വേണ്ടിയൊരു പഠിപ്പിക്കൽ, അങ്ങനെ രണ്ട് തരം പഠിപ്പിക്കൽ എനിക്കറിയില്ല. ഞാൻ എൻ്റെ കുട്ടികളെ ഒരേപോലെയാണ് പഠിപ്പിക്കുന്നത്. അവിടെ ചെയ്ത്തിനെ എങ്ങനെ മനോഹരമാക്കാം അതിന്, അല്ലെങ്കിൽ ഇതിൻ്റെ നൃത്തം എന്ന് പറഞ്ഞാൽ വെറും താളത്തിനനുസരിച്ചിട്ട് കയ്യും കാലും ചലിപ്പിക്കുന്നതല്ല. അതിനപ്പുറത്തേക്കുള്ളൊരു അനുഭൂതി വിശേഷമുണ്ട്. ആ അനുഭൂതി വിശേഷം കുട്ടികളിലേക്ക് പകരാനാവുമോ എന്നുള്ളതാണ് എൻ്റെ അന്വേഷണം. അപ്പോൾ ഈ കലാമണ്ഡലം സത്യഭാമ നടത്തിയിട്ടുള്ള ഇത്തരം പരാമർശങ്ങൾ വരുന്ന തലമുറയ്ക്കിടയിൽ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കിയേക്കാം. ഇനി വരുന്ന തലമുറയോട് നൃത്തത്തോട് സ്നേഹം കൊണ്ടുവരുന്ന തലമുറയോട് ടീച്ചർക്ക് എന്താ പറയാൻ? അവരോട് പറയാനുള്ളത്, നൃത്തം എന്ന് പറയുന്നത് ബാഹ്യമായ ഒരു കാഴ്ചയ്ക്ക് അപ്പുറം ശരീരം ഉപയോഗിച്ച് ശരീരത്തിന് അപ്പുറത്തേക്കുള്ള ഒരു അനുഭൂതി തലത്തിലേക്ക് നമുക്ക് സ്വയവും പ്രേക്ഷകരെയും കൊണ്ടുപോകാനുള്ള ഒരു ഉപാധിയാണ്. അല്ലാതെ തികച്ചും ബാഹ്യമായിട്ടുള്ള ഒരു ആഘോഷത്തിലേക്ക്, ശരീരത്തിൻ്റെ ഒരു ആഘോഷത്തിൻ്റെ എന്താ പറയണ്ടേ, വില കുറഞ്ഞ തലത്തിലേക്ക് അത് പോകാതിരിക്കട്ടെ. മറിച്ച് ഇതൊരു അന്വേഷണമാവണം. നമുക്ക് നമ്മളെ തന്നെ കണ്ടെത്താനുള്ള ഒരു അന്വേഷണമാണ് മറ്റേതൊരു കലയും പോലെ നൃത്തവും തരുന്നത്. അപ്പോൾ നിറവും സൗന്ദര്യം ഇതൊക്കെ നമുക്ക് നൃത്തം ചെയ്തുണ്ടാക്കാവുന്നതേ ഉള്ളൂ. ഇതിൽ ബാഹ്യമായിട്ടുള്ള തൊലി വെളുപ്പ് അല്ലെങ്കിൽ തൊലിയുടെ കറുപ്പോ അല്ല ഇതൊന്നും നിർണ്ണയിക്കുന്നത്. നിങ്ങൾ ധൈര്യമായിട്ട് മനോഹരമായിട്ട് നൃത്തം ചെയ്യൂ, ആസ്വദിച്ച് നൃത്തം ചെയ്യൂ. നിങ്ങൾ നല്ല നർത്തകികളും നർത്തകന്മാരും ആവും, യാതൊരു സംശയവുമില്ല. പരാമർശങ്ങൾക്ക് ചെവി കൊടുക്കരുതുമെന്നുണ്ട്. ചെവി കൊടുക്കരുത്. നമുക്ക് നമ്മുടേതായിട്ടുള്ള നിലപാടുകൾ ഉണ്ടാവണം. നമ്മളതിൽ ഉറച്ചു നിൽക്കുകയും വേണം. ഇതിപ്പോൾ ഈ സമൂഹത്തിൽ ഇത്തരത്തിലുള്ള പല പരാമർശങ്ങളും ഉണ്ടാവും. ഇതിപ്പോൾ ഒരു വ്യക്തിയുടെ സ്വന്തം അഭിപ്രായമാണ് അവർ സോഷ്യൽ ഇതിൽ വന്നുപോയത്.
അത് ഒരു പക്ഷേ നിങ്ങളിൽ ആർക്കെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ മൈൻഡ് ചെയ്യേണ്ടതില്ല. അതിനെ എന്തിനാണ് നമ്മൾ ഉള്ളിലേക്ക് എടുക്കുന്നത്? നമുക്ക് വേറെ എത്ര കാര്യങ്ങൾ ചിന്തിക്കാനുണ്ട് നൃത്തത്തിൻ്റെ ലോകത്തും നൃത്തത്തിലും. നമുക്കതിലേക്ക് പോവാം, അതിനെ എക്സ്പ്ലോർ ചെയ്യാം, ആസ്വദിക്കാം, ആസ്വദിപ്പിക്കാം, അനുഭവിക്കാം, അനുഭൂതി തലത്തിലേക്ക് പറന്നുയരാം. നിങ്ങൾ വേറെ ഒന്നും നോക്കാനില്ല, ഭൂമിയിൽ കാലുറച്ച് ആകാശത്ത് പറന്ന് നടക്കുക. താങ്ക് യു. വീഡിയോ ജേർണലിസ്റ്റ് വിനു സിക്കൊപ്പം റിപ്പോർട്ടർ ഇക്ബാൽ അർക്കൽ, ഇൻ റിപ്പോർട്ടർ, പാലക്കാട്.